കാരണം ആ കുട്ടിയുടെ ഓർമ്മകളിൽ എപ്പോഴും ജനനായകത്തിന്റെ സ്മെല്ലാണ് അമ്മയ്ക്ക്. അതെ. ഇപ്പോ ഇതേ രീതിയിലാണ് നമ്മൾ എളുപ്പ മാർഗങ്ങൾ കണ്ടെത്തുന്നത് പലതും. നമുക്ക് എല്ലാത്തിലും ശാസ്ത്രീയതയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ആ നിത്യജീവിതത്തിൽ നിത്യജീവിതത്തില് നിത്യജീവിതത്തിൽ ഇതുപോലെ ഓരോന്നിലും അമ്മയും മക്കളും തന്നെ ഇരിക്കുന്ന സമയത്ത് അമ്മ മക്കളെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പറയണ കാര്യം, അച്ഛൻ വരുമ്പോ കിട്ടും നിനക്ക്, അച്ഛൻ വരുമ്പോ നിനക്ക് നല്ല ശിക്ഷ കിട്ടും, അടി കിട്ടും, തല്ലി. അച്ഛൻ വരാതിരിക്കുകയോ താമസിച്ച് വരുവോ ഒക്കെ ചെയ്യണമെന്നാണ് പിന്നെ കുട്ടിയുടെ ആഗ്രഹം. അതെ, അച്ഛൻ വരല്ലേ വരല്ലേ വരല്ലേ, എന്റെ വീട്ടിലേക്ക് അച്ഛൻ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് കുട്ടിയെ എത്തിച്ചു വെക്കുകയാണ്. അച്ഛനെ വെറുപ്പുളവാക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഒരു ആരാചാരയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മാതൃത്വമാണ്, അമ്മയാണ്. മാതൃത്വമാണ്. ഇപ്പൊ ഇവിടെയും ഒരു വിധത്തിൽ പറഞ്ഞ ഒരു ചെന്നിനായക പ്രയോഗമാണ് അവിടെയും ചെയ്യുന്നത്. അതെ. 10 ദിവസം കഴിയുമ്പോൾ അച്ഛനെ മക്കൾ വെറുക്കുമ്പോൾ അച്ഛൻ എങ്ങോട്ട് പോകും? അച്ഛനും വേറൊരു ചെന്നിനായകത്തിന്റെ പ്രയോഗത്തിലേക്ക് പോകും. മദ്യം എന്ന് പറയുന്ന ചെന്നിനായകവുമായിട്ടാണ്. അച്ഛനും ആ മണമാണ്. അതെ. അച്ഛനും സിഗരറ്റിന്റെ മണമാണ്, കുറ്റിബീഡിയുടെ മണമാണ്, മദ്യത്തിന്റെ മണമാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ ആ ഹൃദയതാളം അറിയേണ്ട മക്കള് ആ ഹൃദയത്തിന്റെ വിശാലത അറിയാതെ പോകുന്നു. അറപ്പോടെ, വെറുപ്പോടെ, ഭയത്തോടെ അകന്നു നിന്ന് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അച്ഛൻ വീട്ടിലേക്ക് വരല്ലേ, വൈകി വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് വരാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് അച്ഛനെ ഒരു ഭീകരനായിട്ട് ചിത്രീകരിക്കുകയാണ്. അല്ല, അത് ചിത്രീകരിക്കുന്നതിന്റെ ആദ്യത്തെ ആ അമ്മയാണ്. അതെ, പരസ്പരം ഇപ്പൊ അമ്മമാരെ മാത്രം കുറ്റപ്പെടുത്തുന്നതല്ല, സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടി ഒരു തെറ്റ് ചെയ്തെന്നാൽ അച്ഛന്മാർ ആദ്യം അമ്മയാണ് ശകാരിക്കുന്നത്. നിന്റെ വളർത്തു ദോഷമാണ് കാണുന്നത്. അതെ, അതും ശരിയല്ലല്ലോ, അതും വളരെ തെറ്റാണ്. അപ്പോ എങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് നമ്മളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തേണ്ടത്?